പഠിക്കാൻ പോകുന്നത് മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ഫാസ്റ്റ് റിവിഷൻ ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഫാസ്റ്റ് റിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. എക്സാം അടുത്ത് വരാണ്, എക്സാമിന്റെ ടെൻഷൻ കൂടി വരാണ്. ഏറ്റവും നേരത്തെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ ചാപ്റ്ററുകൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നിങ്ങൾ. ആ ഓട്ടത്തിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന, ഇനി മുതൽ ഉള്ള നമ്മളുടെ ഈ വീഡിയോസ് കാണുന്ന ഏത് കുട്ടികളും ഒരു ബുക്കും ഒരു പെന്നും എടുത്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഈ വീഡിയോന്റെ കൂടെ നിങ്ങൾ അത് എഴുതി പോയാൽ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതിനായിട്ട് വേറെ സമയം കളയണമെന്നില്ല. പിന്നെ റിവൈസ് ചെയ്യുമ്പോഴും ഇതേ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്ത് പോവാം. NCERTയിലെ എല്ലാ പോയിന്റും കവർ ചെയ്യും എന്നുള്ള അവകാശവാദങ്ങളൊന്നും ഇതിലില്ല. ഏറ്റവും ചുരുക്കി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ പറഞ്ഞു പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ, അതാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ പേര്. മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പോയിന്റ് വരുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, രണ്ടും നമുക്കറിയുന്ന ക്വാണ്ടിറ്റികളാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ actual length traveled by a body between 2 points. ചുരുക്കി പറഞ്ഞാൽ it is the path length between 2 points. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു വസ്തു സഞ്ചരിച്ച യഥാർത്ഥത്തിലുള്ള ദൂരം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റോ, it is the shortest length between 2 points. രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും ചെറിയ ദൂരത്തിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. Distance actual length between 2 points, displacement shortest length between 2 points. Okay, അപ്പോ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ തരാണ് വിചാരിക്കുക. ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഡാഷ്. എന്തായിരിക്കും നമ്മൾ ആൻസർ പറയാ? നമ്മളോട് ചോദിച്ചത് ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ്. വളരെ ഈസിയാണ് ആ സംഭവം പറയാൻ. പ്രതീക്ഷിക്കണോ? ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടോ? രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ ആരാ കൂടുക? ഉറപ്പല്ലേ ഡിസ്റ്റൻസ് ആണ് കൂടുക. സോ ഡിസ്റ്റൻസ് ആണ് കൂടുതൽ, അതാണ് ന്യൂമറേറ്ററിൽ വന്നത്. സ്വാഭാവികമായിട്ടും ആൻസർ ഗ്രേറ്റർ ദാൻ 1 വരും. അത് ശരിയാവോ? ഇത് ഇതേ പാത്തിൽ തന്നെ പോയിക്കൂടെ? അങ്ങനെ പോകുമ്പോ രണ്ട് വാല്യൂകൾ ഈക്വൽ ആവും. സ്വാഭാവികമായിട്ടും അതിന് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റിയും കൂടിയും വരും. സോ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരും. രണ്ടിനും ഒരേ യൂണിറ്റ് ആണ് വരിക. ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും ഒരേ യൂണിറ്റ് ആണ് മീറ്റർ. രണ്ടിനും ഒരേ ഡയമെൻഷൻ ആണ് L. ഇനി ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. നമ്മള് ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു വിചാരിക്കാം. ഇങ്ങനെയുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്തു. ഈ സർക്കിളിന്റെ റേഡിയസ് R ആണ്. ഒരു പ്രാവശ്യം ഫുൾ സർക്കുലേറ്റ് ചെയ്യാണ് ഒരു ഒബ്ജക്റ്റ്. അങ്ങനെ ഒബ്ജക്റ്റ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് ബി ഡിസ്റ്റൻസ്? നമുക്കറിയാലോ, സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് നീങ്ങുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2πr. ഡിസ്പ്ലേസ്മെന്റ് എത്ര ആവും? ഡിസ്പ്ലേസ്മെന്റ് മസ്റ്റ് ബി 0. കാരണം ഇവിടുന്ന് തുടങ്ങിയിട്ട് അതേ പോയിന്റിൽ തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്, ഡിസ്റ്റൻസ് 2πr ആണ്. അപ്പൊ രണ്ട് റൊട്ടേഷൻ ആണെങ്കിലോ, രണ്ട് പ്രാവശ്യവും വസ്തു സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ 2πr ഒരു പ്രാവശ്യം, 2πr അടുത്ത പ്രാവശ്യം. സോ ഇത് 2 into 2πr വരും. ഇത് വീണ്ടും 0. വേറെ രീതി പറയാം, 2 into 0 ആൻസർ 0. ഓക്കെ, അപ്പൊ n റൊട്ടേഷൻ ആണ് വരുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എത്ര ആവും എന്ന് ചോദിച്ചാൽ n into 2πr. ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് ചോദിച്ചാൽ 0. അപ്പൊ ഒരു സംശയം, ഹാഫ് റൊട്ടേഷൻ ഉള്ളെങ്കിലോ? ഇത്ര ദൂരാണ് വന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി πr വരും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഇത്രയല്ലേ വരിക? ഇത് റേഡിയസ്, ഇതും റേഡിയസ്, സ്വാഭാവികമായിട്ടും 2r. ഓക്കെ,
അപ്പോ ഒരു ക്വാർട്ടർ റൊട്ടേഷൻ ഉള്ളെങ്കിലോ, ക്വാർട്ടർ റൊട്ടേഷൻ ഉള്ളൂന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വരിക ഇതല്ലേ, ഇത് ആറാണ്, ഇത് ആറാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും √2r. ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ ഹാഫ് റൊട്ടേഷനിൽ പൈ ആർ. അപ്പൊ ക്വാർട്ടർ റൊട്ടേഷൻ വരുമ്പോ എന്താ വരിക, ഹാഫ് റൊട്ടേഷനിൽ പൈ ആർ ആണെങ്കിൽ ക്വാർട്ടർ റൊട്ടേഷനിൽ പൈ ആർ ബൈ 2. ഓക്കെ, ഡിസ്റ്റൻസ് പൈ ആർ ബൈ 2, ഡിസ്പ്ലേസ്മെന്റ് √2r. ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, അതുകൊണ്ട് തന്നെ കാഷ്വൽ ആയിട്ട് അതങ്ങനെ പറഞ്ഞു പോയി. ഇനി വരുന്ന അടുത്ത 3 ക്വാണ്ടിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കോൺസെപ്റ്റ് സ്റ്റഡി എന്നുള്ളതിനേക്കാൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി വരാൻ പോണ എക്സാമിന് ഏറ്റവും ചെറിയ രീതിയിൽ നമ്മൾ അത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത 3 ക്വാണ്ടിറ്റികൾ എഴുതുകയാണ്. ഒന്ന് സ്പീഡ്. ഇറ്റ് ഈസ് distance traveled divided by time taken. Distance traveled divided by time taken. ഇതാണ് സ്പീഡ്. അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ഡിവൈഡ് ബൈ ടൈം ടേക്കൺ. അതേപോലെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താണെന്ന് നമുക്കറിയാലോ, ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആവുകൊണ്ട് നമ്മൾ അത്യാവശ്യം പഠിച്ച ചാപ്റ്റർ ആയിരിക്കും. ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ഇനി ഫിസിക്സിന്റെ തിയറി എന്നുള്ള ഭാഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇത് ഡിഫൈൻ ചെയ്യാനുള്ള ഷോർട്ട് കട്ടിലേക്കാണ് ഞാൻ പോണത്. ഓക്കെ, സോ അതിന്റെ ഐഡിയ സിമ്പിൾ ആണ്. ഏത് ഇക്വേഷൻ ഇങ്ങനെ വന്നാലും ഇതിനെ ഡിഫൈൻ ചെയ്യാനുള്ള മെത്തേഡ് നമുക്കറിയാം. Z is the ratio of A to B. Z equal to A by B എന്ന് വന്നാൽ അത് ഡിഫൈൻ ചെയ്യാനുള്ള മെത്തേഡ് Z is the ratio of A to B. ഏത് ഇക്വേഷൻ വന്നാലും നമുക്ക് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ഈ ഒറ്റ തിയറി അല്ലെങ്കിൽ ഒറ്റ മെത്തേഡ് പഠിച്ചു വെച്ചാൽ ഇത് 3 ഡിഫൈൻ ചെയ്തൂടെ. എന്താ സ്പീഡ് എന്നുള്ള ഡെഫിനേഷൻ വരിക. ഇനി എന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കണോ. സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ടു ടൈം ടേക്കൺ. ട്രാവൽഡ് ഒക്കെ അങ്ങോട്ട് കൂട്ടിക്കോളൂ, കാരണം സെന്റൻസിന്റെ വലുപ്പം കൂടുമ്പോ അതിന്റെ പഞ്ച് കൂടുമല്ലോ. ഓക്കെ, ഇനി വെലോസിറ്റി. വെലോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ടു ടൈം ടേക്കൺ. എന്താണ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ ഇനി എന്റെ ആവശ്യം ഉണ്ടോ ഇല്ല എന്ന് പ്രതീക്ഷിക്കണോ. ആക്സിലറേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് change in velocity to time taken. സ്പീഡിനും വെലോസിറ്റിന്റെയും യൂണിറ്റ് സെയിം ആണ് മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ സെയിം ആണ് L(t⁻⁻1). യൂണിറ്റും ഡയമെൻഷനും സെയിം ആണ്, കാരണം ഡിസ്റ്റൻസ് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാലും ലെങ്ത് തന്നെയാണ്. ഇനി ആക്സിലറേഷൻ അതിന്റെ യൂണിറ്റ് വരിക മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഡയമെൻഷൻ L(t⁻²). സ്പീഡ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, കാരണം ഡിസ്റ്റൻസും ടൈമും സ്കേലാർ ആണ്. വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, കാരണം ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്. ആക്സിലറേഷൻ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, കാരണം വെലോസിറ്റി വെക്റ്റർ ആണ്. അത് പറയാനുള്ള ഏറ്റവും സിമ്പിൾ വേ ആക്സിലറേഷൻ വെക്റ്റർ ആണ്, കാരണം വെലോസിറ്റി വെക്റ്റർ ആണ്. വെലോസിറ്റി വെക്റ്റർ ആവാൻ കാരണം എന്താവും? ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്. സോ ആക്സിലറേഷൻ വെക്റ്റർ ആവാൻ കാരണം വെലോസിറ്റി വെക്റ്റർ ആണ്, വെലോസിറ്റി വെക്റ്റർ ആവാൻ കാരണം ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്. ഓക്കെ, ഇവിടുന്ന് ഞാൻ നിങ്ങളോട് സംശയം ചോദിക്കുകയാണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ടു സ്പീഡ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും എന്റെ ആൻസർ വരിക? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം വെട്ടിപ്പോകുന്ന ഉറപ്പല്ലേ? സംശയമുള്ള ആൾക്കാര് ഇപ്പൊ തന്നെ നിങ്ങളുടെ ബുക്കിൽ എഴുതി നോക്കാം. ഓക്കെ, സോ ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്പീഡിന് ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് കിട്ടുക ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ്. നേരത്തെ എഴുതി വെച്ചത് നോക്കിയാൽ നമുക്ക് ഐഡിയ വളരെ പെട്ടെന്ന് കിട്ടും. ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Okay, so numerical ratio of velocity to speed is less than or equal to 1. So, 3 definitions നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഡിവൈഡ് ബൈ വന്ന അപ്പ ആലോചിക്കണം
ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മുകളിലത്തെ ടു താഴത്തെ. അപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് കിട്ടുമല്ലോ. നിങ്ങൾക്ക് തരുന്ന ബമ്പർ ഓഫർ എന്താന്ന് ചോദിച്ചാൽ ഈ 3 ഡെഫിനിഷൻ അറിയണ കുട്ടിക്ക് അടുത്ത 9 ഡെഫിനിഷൻസ് ഫ്രീ ആണ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് 9 ഡെഫിനിഷൻസ് എഴുതാം. ഓക്കെ, ഒന്ന് യൂണിഫോം. യൂണിഫോം ആണെങ്കിൽ മുകളിലും താഴെയും ഈക്വൽ ഫിറ്റ് ചെയ്യാം. രണ്ടാമത്തെ ആവറേജ്. ആവറേജ് ആണെങ്കിൽ മുകളിലും താഴെയും ടോട്ടൽ ഫിറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് ഇൻസ്റ്റന്റേനിയസ്. ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ ടൈം എന്നുള്ളത് എടുത്ത് മാറ്റിയിട്ട് സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം എന്നാക്കാം. ടൈമിന് പകരം സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം. ഓക്കെ, ഇത്രയും കൊടുത്താൽ എന്തൊക്കെയോ കിട്ടും. ഒരു ഐഡിയ കിട്ടിയില്ല എന്താ പറഞ്ഞ ഇതായിരിക്കുമല്ലോ ഇപ്പൊ മൈൻഡിൽ ഉണ്ടാവുക. വളരെ സിമ്പിൾ ആണ്. ഈ യൂണിഫോം എന്നുള്ളത് വെച്ചിട്ട് ഇതിന്റെ 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സിലറേഷൻ. ഇപ്പൊ ഏതാണ്ട് കത്തി തുടങ്ങിയിട്ടുണ്ടാവും. ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, ആവറേജ് ആക്സിലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എന്നാലും ഇതൊക്കെ എന്തിനാ എഴുതിയിട്ടുണ്ടാവുക? വളരെ സിമ്പിൾ ആണ്. യൂണിഫോം സ്പീഡ് ആണെങ്കിൽ ഈ ഇക്വേഷന്റെ മുകളിലും താഴെയും ഈക്വൽ ഫിറ്റ് ചെയ്യാം. ആവറേജ് ആണെങ്കിൽ മുകളിലും താഴെയും ടോട്ടൽ ഫിറ്റ് ചെയ്യാം. ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ ടൈം എടുത്ത് മാറ്റിയിട്ട് സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം. ഇപ്പൊ ഏതാണ്ടൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് മീൻ ബൈ യൂണിഫോം സ്പീഡ്? വെരി സിമ്പിൾ. ഇവിടെ ഈക്വൽ ഫിറ്റ് ചെയ്യാ, ഇവിടെ ഈക്വൽ ഫിറ്റ് ചെയ്യാ, പിന്നെ അങ്ങോട്ട് വീശി അടിച്ചോളാം. അതെങ്ങനെയാ? സിമ്പിൾ. ഡിവൈഡഡ് ബൈ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ. അപ്പൊ എങ്ങനെയാവും യൂണിഫോം സ്പീഡ് വരിക? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ടു ഈക്വൽ ടൈം ടേക്കൺ. ഓക്കെ, ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചതെങ്കിലോ, ആവറേജ് ആണെങ്കിൽ മുകളിലും താഴെയും ഫിറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ആണ്. ഓക്കെ, സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ടു ടോട്ടൽ ടൈം ടേക്കൺ, ട്രാവൽ ടു ടേക്കൺ. ഇതൊക്കെ അങ്ങോട്ട് ഫിറ്റ് ആക്കുക. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അത് എഴുതി വരുമ്പോൾ ഡെഫിനേഷൻ. സോ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ടു ടോട്ടൽ ടൈം ടേക്കൺ. പിന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ആണ് ചോദിച്ചതെങ്കിൽ it is a ratio of change in velocity to small interval of time. ഇപ്പൊ ഞാൻ ചെയ്ത തരികിട മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യൂണിഫോമിന് 1 പറഞ്ഞു, ആവറേജിന് 1 പറഞ്ഞു, ഇൻസ്റ്റന്റേനിയസിന് 1 പറഞ്ഞു. ബാക്കി നിങ്ങൾക്ക് സ്വയം കണ്ടെത്താലോ. ഇപ്പൊ മൊത്തം 12 ഡെഫിനേഷൻ ആയി. ഈ 12 ഡെഫിനേഷനും നമ്മൾ കടപ്പെട്ടുള്ളത് ഒറ്റ ഇക്വേഷനോടാണ്. a by b വന്നാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് a to b എന്നുള്ള ഇക്വേഷനാണ്. ഇനി ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് പറഞ്ഞ തിയറി പഠിച്ച ഒരു കുട്ടിക്കും ചിലപ്പോ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാവാത്ത ഒരു സ്റ്റൈൽ. അതിനെ ക്രാക്ക് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വെലോസിറ്റിയും സ്പീഡും തമ്മിൽ എന്താ വ്യത്യാസം? അത് സാർ എളുപ്പല്ലേ. വെലോസിറ്റി വെക്ടർ ആണ്, സ്പീഡ് സ്കേലാർ ആണ്. എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിച്ചത്? സ്പീഡിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവില്ല. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോ സ്പീഡിനെ വെലോസിറ്റി ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വളരെ സിമ്പിൾ ആണ്. സ്പീഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വെലോസിറ്റി ആയിട്ട് മാറും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. വെലോസിറ്റി ഈക്വൽ ടു സ്പീഡ് പ്ലസ് ഡയറക്ഷൻ. സ്പീഡിന് ഡയറക്ഷൻ കൊടുത്താൽ ആ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറി? വെലോസിറ്റി ആയിട്ട് മാറി. ഇതിൽ നിന്ന് എന്ത് ചോദ്യം ഉണ്ടാക്കാൻ പറ്റുക? സിമ്പിൾ. Can a body have constant speed but variable velocity? ഒരു ഒബ്ജക്റ്റിന് കോൺസ്റ്റന്റ് സ്പീഡും വേരിയബിൾ വെലോസിറ്റിയും ഉണ്ടാക്കാൻ സാധിക്കുമോ? വളരെ ഈസി ആയിട്ട് ആലോചിച്ചാൽ കിട്ടില്ലേ? കിട്ടുമോ? കിട്ടും. ഡയറക്ഷൻ മാത്രം മാറ്റി കൊടുത്താൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിലും നമുക്ക് എന്ത് മാറ്റാം? വെലോസിറ്റി മാറ്റാം. സോ ചോദ്യം ആലോചിക്കുക. Can a body have constant speed but variable velocity? Answer is yes. തിരിച്ചും ചിന്തിച്ചൂടെ?
Can a body have constant velocity but variable speed? നടക്കില്ല. കാരണം ഇത് കോൺസ്റ്റന്റ് ആയാൽ ഈ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി എന്താവേണ്ടി വരും? കോൺസ്റ്റന്റ് ആവേണ്ടി വരും. സോ ഒരിക്കൽ കൂടെ പറയാം, വേരിയബിൾ വെലോസിറ്റിയും കോൺസ്റ്റന്റ് സ്പീഡും പോസിബിൾ ആണ്. ദെൻ കോൺസ്റ്റന്റ് വെലോസിറ്റിയും വേരിയബിൾ സ്പീഡും എന്തല്ല, എക്സിസ്റ്റ് ചെയ്യില്ല, ഇമ്പോസിബിൾ ആണ്. കൺഫ്യൂഷൻ ആയി എന്നുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ, വളരെ ഈസി ആണത്. കാരണം വെലോസിറ്റി മാറ്റണമെങ്കിൽ സ്പീഡ് മാറ്റണം എന്നില്ല. എന്ത് മാറ്റിയാൽ മതി? ഡയറക്ഷൻ മാറ്റിയാൽ മതി. അതേസമയം ഇത് കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ സ്പീഡ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം സ്പീഡ് മാറ്റിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് മാറും? വെലോസിറ്റി മാറും. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. Can a body have non-zero velocity and zero acceleration? Non-zero velocity and zero acceleration. ഒരു ഒബ്ജക്റ്റിന് നോൺ സീറോ വെലോസിറ്റി ഉണ്ടാവണം, സീറോ ആക്സിലറേഷൻ ഉണ്ടാവണം. ഒന്നും കൂടി കൺഫ്യൂഷൻ ആക്കി തരാം. Can a body have zero velocity and non-zero acceleration? ഒരു ഒബ്ജക്റ്റിന് സീറോ വെലോസിറ്റിയും നോൺ സീറോ ആക്സിലറേഷനും ഉണ്ടാവാൻ പറ്റുമോ? എന്താ ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? വെലോസിറ്റിയിൽ വരുന്ന മാറ്റം. ഓക്കെ, ഒരു ഒബ്ജക്റ്റിനെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. സീറോ വെലോസിറ്റി ആയിരിക്കണം, നോൺ സീറോ ആക്സിലറേഷൻ ആവണം. വളരെ ഈസിയാണ് ഇത് പറയാൻ. നമ്മളൊരു വസ്തുവിനെ മുകളിലേക്ക് എറിഞ്ഞു. ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂടുകയാണോ കുറയാണോ ചെയ്യാ? ഈസി അല്ലേ? സ്പീഡ് കുറഞ്ഞു വരും. ഏറ്റവും മുകളിലെത്തിയാലോ എന്താ സംശയം? സീറോ. അതെങ്ങനെ മനസ്സിലായ? ഏറ്റവും മുകളിലെത്തുമ്പോ വെലോസിറ്റി സീറോ അല്ലായിരുന്നെങ്കിൽ ആ വസ്തു വീണ്ടും മുകളിലേക്ക് പോണമായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയപ്പോ അതിന്റെ വെലോസിറ്റി സീറോ ആണ്. വായുവിൽ നിൽക്കുന്ന ഏത് വസ്തുവിന്റെയും ആക്സിലറേഷൻ നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് നോൺ സീറോ നമ്പർ ആണ്. സ്വാഭാവികമായിട്ടും ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി സീറോ ആണ്, ആക്സിലറേഷൻ 9.8. ഇറ്റ്സ് എ നോൺ സീറോ വാല്യൂ. സോ ഇറ്റ് വിൽ ഹാപ്പൻ. നോൺ സീറോ വെലോസിറ്റിയും സീറോ ആക്സിലറേഷനും ഉണ്ടാവുക. വെലോസിറ്റി സീറോ ആവാൻ പാടില്ല. എന്ത് സീറോ ആയിരിക്കണം? ആക്സിലറേഷൻ സീറോ ആയിരിക്കണം. വെരി സിമ്പിൾ. യൂണിഫോം വെലോസിറ്റിയുടെ കേസിൽ വെലോസിറ്റി ഉണ്ടാവും, ആക്സിലറേഷൻ ഉണ്ടാവില്ല. ആക്സിലറേഷന്റെ ഇക്വേഷൻ v-u/t. സോ വെലോസിറ്റി ഇനീഷ്യലും ഫൈനലും 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 5 - 5 by any time, ആൻസർ must be 0. സോ ഇതും പോസിബിൾ ആണ്. In the case of uniform acceleration, it can have non-zero velocity and zero acceleration. ഈ ക്വസ്റ്റ്യൻ മലയാളത്തിൽ ചോദിക്കുന്നത് ഒന്നും കൂടി രസം. ഒരു ഒബ്ജക്റ്റിന് നോൺ സീറോ വെലോസിറ്റി ആണ്, സീറോ ആക്സിലറേഷൻ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ ആക്സിലറേഷൻ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ എത്രയാ? ഈ ചോദ്യം എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാം? മലയാളത്തിലേക്ക് മാറ്റാം. യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ എത്രയാണ്? യൂണിഫോം വെലോസിറ്റി മാറ്റമില്ലാത്ത വെലോസിറ്റി, ആക്സിലറേഷൻ വെലോസിറ്റിയിൽ വരുന്ന മാറ്റം. സോ അത് മലയാളത്തിൽ ചോദിച്ചാൽ സിമ്പിൾ ആണ്. മാറ്റമില്ലാത്ത വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റം എത്രയാ? ആൻസർ 0. യൂണിഫോം വെലോസിറ്റിയുടെ ആക്സിലറേഷൻ 0 വരും. ഇനിയുള്ളത് ഈ ചാപ്റ്ററത്തെ ഏറ്റവും സിമ്പിൾ ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്. സിമ്പിളും ആണ്. ഏതാ ഏറ്റവും ഇമ്പോർട്ടന്റ്? നമ്മൾ ഡെറിവേഷനിൽ എപ്പോഴും പ്രതീക്ഷിക്കണ ക്വസ്റ്റ്യൻ ഏതൊക്കെയാ? ഇക്വേഷൻസ് ഓഫ് മോഷൻ. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്കറിയാം. ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ വിളിക്കാം VT റിലേഷൻ, വെലോസിറ്റി ടൈം റിലേഷൻ. നമുക്ക് കിട്ടേണ്ടത് നമുക്കറിയാം V = u + at. വളരെ സിമ്പിൾ ആണ്. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ v - u/t നെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കാം. അപ്പോ v - u at, മൈനസ് യുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ v = u + at. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ.
എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടത് ഇങ്ങനെയാണ്. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാം. ഈ ചോദ്യം സാധാരണഗതിയിൽ വരാറില്ല. സിൻസ് ഇറ്റ് ഈസ് ടു സ്മോൾ, അത് അത്രയും സിമ്പിൾ ആവുകൊണ്ട് നമുക്ക് ഇത് നോർമലി വരാറില്ല. രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് S ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് വരണ ഡെറിവേഷൻ ആണ്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഇക്വേഷൻ ഇതാണ്. S ഈക്വൽ ടു v പ്ലസ് u/2 ഇൻറ്റു t. v എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ. v എന്ന് പറഞ്ഞാൽ u പ്ലസ് AT ആണ്. സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷനിൽ v കാണുന്നോടത്ത് u പ്ലസ് AT കൊടുക്കുക. പ്ലസ് u ഇൻറ്റു t ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഒരു u ഉണ്ട്, രണ്ട് u ഉണ്ട്. ഈ രണ്ട് യുവിനെ t കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 2ut പ്ലസ് ഒരു u കഴിഞ്ഞു, രണ്ടാമത്തെ u കഴിഞ്ഞു, രണ്ട് യുവിനെ t കൊണ്ട് ഗുണിച്ചപ്പോ 2ut. AT നെ t കൊണ്ട് ഗുണിക്കുമ്പോൾ AT സ്ക്വയർ ബൈ 2. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യാം? x plus y by 2 ആണെങ്കിൽ x by 2 plus y by 2. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും s is equal to 2ut by 2. ആൻസർ is ut plus half AT square. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ വരുന്നത് v square equal to u square plus 2x. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. v സ്ക്വയർ ആണല്ലോ വേണ്ടേ. v എന്നുള്ളതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. സോ v എന്ന് പറഞ്ഞ u പ്ലസ് AT ആണ്. അപ്പൊ v സ്ക്വയർ എന്ന് പറഞ്ഞ u പ്ലസ് AT the whole square means u square plus 2u AT plus a square t square. ഇതൊക്കെ എങ്ങനെയാ കിട്ടിയേ? നമുക്കറിയാം a plus b whole square എന്ന് പറഞ്ഞ a square plus 2ab plus b square. ഇതാണ് v square. So v square equal to v square ന്റെ ആൻസർ വരിക. ഇതിനെ u square എന്ന് എഴുതി ഈ രണ്ട് ക്വാണ്ടിറ്റികളിൽ നിന്ന് നമ്മൾ 2a നെ പുറത്തെടുക്കണം. 2a നെ പുറത്തെടുത്താൽ 2 പോയി a പോയി, ബാക്കി വരിക ut പ്ലസ് ഇതിൽ നിന്ന് 2a നെ പുറത്തെടുക്കാൻ 2 കൊണ്ട് ഗുണിക്കാം, 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമുക്ക് അവിടെ 2a കിട്ടും, ബാക്കി വരിക ഹാഫ് AT സ്ക്വയർ. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഈ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ നമ്മൾ എവിടെയോ കണ്ടതാണ്. ഇതാണ് നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ഇക്വേഷൻ. സോ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2x. ഈ മൂന്ന് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എക്സാമിന് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ യൂണിഫോം ആക്സിലറേഷനിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നീങ്ങുന്ന ഒരു കേസിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ മൂന്ന് ഇക്വേഷൻസ് ഉപയോഗിക്കുക യൂണിഫോം ആക്സിലറേഷനിൽ ഹൊറിസോണ്ടൽ ആയിട്ട് നീങ്ങുമ്പോഴാണ്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. An object is moving so that displacement is proportional to square of time. Displacement is proportional to square of time. അങ്ങനെ പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം it is moving with uniform acceleration. Okay, in the horizontal direction. ഇനി ഓബ്ജക്ട് മുകളിലേക്കാണ് പോണതെങ്കിൽ a എന്നുള്ളത് -g എടുക്കുക, s എന്നുള്ളത് h എടുക്കുക. a എന്നുള്ളത് -g ആക്കി മാറ്റുക, s എന്നുള്ളത് h ആക്കി മാറ്റുക. താഴേക്കാണ് പോകുന്നതെങ്കിൽ a എന്നുള്ളത് +g വരും, s എന്നുള്ളത്. ഇനി ഈ ഇക്വേഷൻ ഓഫ് മോഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഒരു ഓബ്ജക്റ്റിനെ u വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയാണ്, അത് എത്ര ഉയരം വരെ എത്തുമെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ ഇക്വേഷന്റെ മുകളിലേക്ക് പോണ കേസാണ് നമ്മൾ യൂസ് ചെയ്യുക. എന്ന് പറഞ്ഞ v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ മൈനസ് 2gh. ഇനി ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ എത്തുമ്പോ വെലോസിറ്റി എത്രയാവും? ഏറ്റവും മുകളിലത്തെ പോയിന്റിൽ വെലോസിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഒബ്ജക്റ്റ് താഴേക്ക് പോന്നെ. സ്വാഭാവികമായിട്ടും ഏറ്റവും മുകളിൽ വെലോസിറ്റി 0 ഈക്വൽ ടു u സ്ക്വയർ മൈനസ് 2gh. -2gh ലെഫ്റ്റിലേക്ക് പോരും,
2gh equal to u square. അപ്പോൾ h എന്നുള്ളതിന്റെ ഉത്തരം കിട്ടും u square divided by 2g. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഈ ഒബ്ജക്റ്റ് u വെലോസിറ്റി നമ്മൾ മുകളിലേക്ക് എറിഞ്ഞതാണ്. എത്ര സമയം കൊണ്ട് ആ ഒബ്ജക്റ്റ് മുകളിൽ എത്തുന്നതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുക ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. വ്യത്യാസം മുകളിലേക്ക് പോകുമ്പോൾ a എന്നുള്ളത് -g ആയിട്ട് മാറും. സോ v equal to u minus gt. Again at the top v equal to 0. 0 equal to u minus gt. gt equal to u വരും. t equal to u by g. ഈ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം ഓഫ് അസെന്റ്. മുകളിലേക്ക് പോകാനുള്ള സമയം. ടൈം ഓഫ് അസെന്റിന്റെ ഇക്വേഷൻ ta equal to u by g. ഇനി മുകളിൽ നിന്ന് ഈ വസ്തു ഇവിടെ എത്തുമ്പോൾ എറിഞ്ഞ അതേ വെലോസിറ്റിയിലേക്കാണ് അത് എത്തുക. ഇവിടുന്ന് പോരുമ്പോൾ 0 വെലോസിറ്റി ആണ്. സോ മുകളിൽ നിന്ന് താഴെത്താൻ എത്ര സമയം എടുക്കും? ഇവിടുന്ന് മുകളിലേക്ക് പോയപ്പോ ആ സമയത്തിനെ വിളിച്ച പേര് ടൈം ഓഫ് അസെന്റ് എന്നാണ്. അസെൻഡിങ് നമുക്കറിയാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി മുകളിൽ നിന്ന് താഴേക്ക് എത്താനുള്ള സമയത്തിന്റെ പേര് ടൈം ഓഫ് ഡിസെന്റ്. ടൈം ഓഫ് ഡിസെന്റ് കാണുമ്പോ v equal to u plus gt. അതിന്റെ പ്ലസ് ആയ നേരത്തെ മുകളിലേക്ക് പോവായിരുന്നു, അപ്പൊ -g എടുത്തു. ഇപ്പൊ താഴേക്ക് പോകുമ്പോ +g. ഇനി ഇവിടുന്ന് പോരാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഫൈനൽ വെലോസിറ്റി u. സോ ഫൈനൽ വെലോസിറ്റി u, ഇനീഷ്യൽ വെലോസിറ്റി 0 പ്ലസ് gt. സ്വാഭാവികമായിട്ടും gt equal to u, t equal to u by g. ഇത് മുന്നേ ഹയർ സെക്കൻഡറിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ടൈം ഓഫ് അസെന്റ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ് when an object throwing upwards. ഒബ്ജക്ട് മുകളിലേക്ക് എറിയുമ്പോൾ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും ഈക്വൽ. ടൈം ഓഫ് അസെന്റ് u by g, ടൈം ഓഫ് ഡിസെന്റും u by g ആണ്. ഓക്കെ, ഇതിൽ തന്നെ ഒരു എക്സ്റ്റൻഷനും കൂടി നമ്മൾ കൊടുക്കാം. ഈ പറഞ്ഞത് എയർ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലാണ്. എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ച ഒരു ഐഡിയ, മുകളിലേക്ക് പോകുമ്പോൾ g+a, താഴേക്ക് പോകുമ്പോൾ g-a. അപ്പോ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ +a വരും, താഴേക്ക് പോരുമ്പോൾ g-a വരും. സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്റർ കുറയുമ്പോഴാണല്ലോ സംഖ്യ കൂടുക. ആണോ? ആണ്. ഡിനോമിനേറ്റർ കുറയുമ്പോൾ സംഖ്യ കൂടും. സ്വാഭാവികമായിട്ടും ഇവിടെയാണ് ഡിനോമിനേറ്റർ കുറയുക. അപ്പോ ടൈം ഓഫ് ഡിസെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെന്റ്. ഇനി നമ്മളൊരു ഓബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇടാം. ഒരു ഓബ്ജക്റ്റിനെ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുന്നു. t സമയം കൊണ്ട് എത്ര ദൂരം അത് സഞ്ചരിക്കും? എസും ടിയും വരുന്ന ഇക്വേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ആ ഇക്വേഷൻ നമുക്ക് ഊഹിക്കാം. s equal to ut plus half at². അല്ലല്ലോ, താഴേക്ക് വരുമ്പോ a എന്ന് പറഞ്ഞ g അല്ലേ വരിക, s എന്ന് പറഞ്ഞ h ഉം. സോ h equal to ut plus half gt². ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഓബ്ജക്റ്റ് മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. സ്വാഭാവികമായിട്ടും h equal to half gt². ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം h equal to 5t². അതെങ്ങനെയാ h equal to half gt², h equal to 5t² ആവുക? g ന്റെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്. അതിനെ 10 ആയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പൊ g 10 ആണെങ്കിൽ 10/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 5 വരും. ഓക്കെ, അപ്പൊ h equal to 5t². ഇനി t ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നു ബുക്ക് കയ്യിൽ വേണം. സോ ഇതിൽ നിന്ന് t² കിട്ടും, അതിന് t കിട്ടും. നമുക്ക് കിട്ടുക ഇങ്ങനെ ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ, കാരണം t² കാണുമ്പോൾ 2 ഇങ്ങോട്ട് പോരും, g താഴേക്ക് വരും, 2h/g. t കാണുമ്പോൾ √2h/g എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഓബ്ജക്റ്റ് h ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ v² equal to u² plus 2gh. Again u 0 ആണ്. അപ്പൊ നമുക്ക് കിട്ടും v² equal to 2gh, v equal to √2gh, v equal to √2gh. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം
ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. കാരണം 2 നമുക്കറിയാം, g നമുക്കറിയാം, അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പൊ 2 ഹൈറ്റുകൾ തന്നിട്ട് ആക്സിലറേഷൻ കാണാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അപ്പൊ നമ്മൾ കാണുക ഇങ്ങനായിരിക്കും: √2gh1 പ്ലസ് √2gh2 ബൈ t. ഇങ്ങനെ ഞാൻ എഴുതുമ്പോ ഉടൻ നിങ്ങൾ പറയില്ലേ, അങ്ങനെ അല്ലല്ലോ സർ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? സത്യമാണ്, ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. പക്ഷെ ചെറിയൊരു കുഴപ്പം, ഒരു ബോള് ഇവിടുന്ന് താഴേക്ക് ഇട്ടും അപ്പോഴുള്ള വെലോസിറ്റി ഡൗൺവേർഡ് ആണെങ്കിൽ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോവാ? മുകളിലേക്ക്. അപ്പൊ ഇതാണ് നമ്മൾ പ്ലസ് വി എടുക്കണതെങ്കിൽ മുകളിലേക്ക് പോണ കേസ് നമ്മൾ എന്ത് എടുക്കേണ്ടി വരും? മൈനസ് വി എടുക്കേണ്ടി വരും. അപ്പോ ചേഞ്ച് ഇൻ വെലോസിറ്റി കാണുമ്പോ വി മൈനസ് വി അപ്പൊ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇതാണ് ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ? t equal to √2h by g. ഈ ഇക്വേഷൻ നമ്മൾ ആ ചാപ്റ്ററിന്റെ അവസാനത്തിൽ കാണും. പുതിയൊരു പേരിലാണ് കാണുക, റിയാക്ഷൻ ടൈം. ഒരു ഓബ്ജക്റ്റിനെ താഴേക്ക് ഇട്ടാൽ അതിന് റിയാക്ട് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ നമുക്കത് പോയി പിടിക്കാനുള്ള സമയം. ഓക്കെ, അത് ഓബ്ജക്റ്റ് താഴെ എത്തുന്ന സമയമാണല്ലോ. ആ സമയം ഇവിടെ പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒരിക്കൽ കൂടെ പഠിക്കേണ്ട. t equal to √2h by g. അതിന്റെ കൂടെ ഒരു ഫാക്ടറും കൂടി അവിടെ പറയുന്നുണ്ട്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താവാം? ഒരു കാറ് നല്ല വെലോസിറ്റിയിൽ പോവുമായിരുന്നു, ആ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കാറ് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ, അത് കാണാനുള്ള ഇക്വേഷൻ ആണ് s equal to u² by 2a. ഇതിൽ എന്തൊക്കെയോ നമുക്ക് പരിചയമുള്ളതാണല്ലോ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആണ്, സോ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പൊ ഏതായിരിക്കും ഇവിടെ ഉപയോഗിച്ച ഇക്വേഷൻ? v² equal to u² minus 2as. പറയാണ്ട് മനസ്സിൽ വരും, ഇല്ലല്ലോ സാർ, അങ്ങനെ ഒരു ഇക്വേഷൻ ഇല്ലല്ലോ, സ്റ്റോപ്പിംഗ് അല്ലേ, അപ്പൊ റിട്ടാർഡേഷൻ അല്ലേ, റിട്ടാർഡേഷൻ ആവുമ്പോ a എന്നുള്ളത് -a വരും. സ്വാഭാവികമായിട്ടും v² equal to u² minus 2as, v0 വരും. അപ്പോ -2as ലെഫ്റ്റിക്ക് കൊണ്ടുപോവാം. 2as equal to u², s equal to u² by 2a. അപ്പൊ എനിക്കൊരു ഡൗട്ട്, വെലോസിറ്റി ഡബിൾ ചെയ്താൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയായിട്ട് മാറും? വെലോസിറ്റി ഡബിൾ ചെയ്തു, അപ്പൊ പുതിയ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് വരാം 2² u² by 2a. ശരിയല്ലേ? u എന്നുള്ളത് 2a വരുമ്പോ രണ്ടും സ്ക്വയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും s is equal to 4u² by 2a എന്ന് പറഞ്ഞ 4s. s അല്ല, s dash equal to 4s. ക്ലിയർ ആണല്ലോ? സംശയം ഇല്ല എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ we can move to next topic, displacement in nth second. Displacement in nth second. ഓക്കെ, nth സെക്കൻഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കാണാൻ അടുത്ത പ്രതീക്ഷിക്കണ ഡെറിവേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡിന്റെ ഇക്വേഷൻ ആണ് Sn minus Sn minus 1. Sn എങ്ങനെയാ കിട്ടുക? നമുക്കറിയാം S is equal to ut plus half at square. ഇത് ആക്ച്വലി S of t ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ ടൈം ഇന്റർവെൽ t, S of t ആണ്. S of t കിട്ടിയ കുട്ടിക്ക് Sn കിട്ടില്ലേ? ഈ t കാണുന്നതിന് പകരം n ആക്കി, ഇവിടുത്തെ എല്ലാ tക്കും പകരം n ആക്കുക. un plus half an². ഇതറിയുന്ന കുട്ടിക്ക് Sn minus 1 കിട്ടില്ലേ? Sn minus 1 എന്ന് പറഞ്ഞാൽ ഈ n കാണുന്നതൊക്കെ n minus 1 ആക്കുക. u into n minus 1 plus half a into n minus 1 whole square. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Snth കിട്ടും. സോ Snth equal to un plus half an² minus of un minus u plus half a into n minus 1 whole square.
ഇതെങ്ങനെയാ കിട്ടിയേ? un - u സിമ്പിൾ. ഞാൻ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. ഓരോ സ്റ്റെപ്പില് ഓരോന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വിചാരിച്ചതാണ്. സോ Sn എന്ന് പറഞ്ഞാൽ Sn equal to un plus half an square minus un minus u plus half a n square minus half a into 2n പിന്നെന്ത് വരും? പ്ലസ് ഹാഫ് എ. ഇതെങ്ങനെയാ കിട്ടിയേ? n minus 1 whole square നമുക്കറിയാം. a square minus 2ab plus b square. ആ ഇക്വേഷൻ നമുക്ക് നല്ലോണം അറിയാവുന്നതാണ്. a plus b whole square ഉം a minus b whole square ഉം പണ്ട് ചാക്കോ മാഷ കഥയിൽ നിന്ന് വരെ അല്ലെങ്കിൽ സ്ഫടികത്തിൽ നിന്ന് വരെ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അപ്പൊ എന്തായാലും +1 സ്റ്റുഡന്റ് അതറിയാം. ഓക്കെ, ഇനി un ഉം മൈനസ് un ഉം ക്യാൻസൽ ആവും. ഹാഫ് an സ്ക്വയറും മൈനസ് ഹാഫ് an സ്ക്വയറും ക്യാൻസൽ ആവും. അപ്പൊ ചിലപ്പോ ഒരു കുട്ടി ചോദിക്കാം, സർ ഇത് പ്ലസ് അല്ലേ, ഇത് പ്ലസ് അല്ലേ? സംശയമില്ല, പ്ലസ് ആണ്. പക്ഷെ പുറത്തൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ Sn ഈക്വൽ ടു ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി മൈനസ് മൈനസ് യു എന്ന് പറഞ്ഞാൽ പ്ലസ് യു മൈനസ് മൈനസ് ഹാഫ് എ ഇൻറ്റു 2n പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n മൈനസ് പ്ലസ് ഹാഫ് എ മൈനസ് ഹാഫ് എ. then Sn equal to u plus half a രണ്ടെണ്ണം പുറത്തെടുക്കുക, ബാക്കി വരിക 2n minus 1. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ കേസ് ആണെങ്കിൽ നമുക്കറിയാം u 0 ആണ്, a എന്ന് പറഞ്ഞ g ആണ്. അപ്പോ Sn ന്റെ ഇക്വേഷൻ വരിക g/2 into 2n minus 1. Sn എന്ന് പറഞ്ഞ g/2 into 2n minus 1 ആണ് കിട്ടുക. ഓക്കെ, രണ്ട് ഇക്വേഷനും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ ഞാൻ ഒരിക്കൽ കൂടെ എഴുതാം. Sn എന്ന് പറഞ്ഞാൽ g/2 into 2n minus 1 ഫ്രീലി ഫോളിംഗ് ബോഡിന്റെ കേസിലാണ്. ഇതേപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, h equal to half gt square. ഈ രണ്ട് ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്ന്, an object is dropped from a height. Find the ratio of displacements in first, second and third seconds. ഒന്നാമത്തെ സെക്കൻഡിൽ ഈസ്റ്റു രണ്ടാമത്തെ സെക്കൻഡിൽ ഈസ്റ്റു മൂന്നാമത്തെ സെക്കൻഡിൽ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാം. g എല്ലാ കേസിലും 10 ആണ്. അപ്പൊ g/2 റേഷ്യോ ആവുകൊണ്ട് നമ്മൾ എഴുതണ്ട, നമുക്കറിയാം x is to 5x is to 7x. x കട്ട് ചെയ്ത് പോയ 1 is to 5 is to 7 ആണ് ആൻസർ വരിക. അപ്പൊ g/2 നമ്മൾ എഴുതില്ല. അപ്പോ s1 is to s2 is to s3. ഇത് ഫസ്റ്റ് സെക്കൻഡ് is to സെക്കൻഡ് സെക്കൻഡ് is to തേർഡ് സെക്കൻഡ് ആണ്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. സോ ഒന്നാമത്തേല് n ന് 1 കൊടുക്കുക, 2 into 1 2 minus 1 എന്ന് പറഞ്ഞാൽ 1 വരും. സെക്കൻഡ് സെക്കൻഡ് വരുമ്പോ n ന് 2 കൊടുക്കുക, 2 into 2 4 minus 1 3. n ന് 3 കൊടുക്കുക, 2 into 3 6 minus 1 5. So answer is 1 is to 3 is to 5. ഇത് 1 second is to 2 second, sorry, first second is to second second is to third second. മാത്രല്ല any equal time interval എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ താഴേക്ക് ഇട്ടു, ആദ്യത്തെ 2 മണിക്കൂർ സഞ്ചരിച്ച ദൂരം is to അടുത്ത 2 മണിക്കൂർ സഞ്ചരിച്ച ദൂരം is to അടുത്ത 2 മണിക്കൂർ സഞ്ചരിച്ച ദൂരം. ഇതിന്റെ റേഷ്യോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഇറ്റ് ഈസ് 1:3:5. അതുകൊണ്ടാണ് ആ നമ്പറിനെ ഗലീലിയോസ് മാജിക് ഓഡ് നമ്പേഴ്സ് വിളിക്കുന്നത്. ഓക്കെ, ഈ നമ്പറിനാണ് നമ്മൾ ആ പേരിട്ട് വിളിക്കുക. കാരണം ഏത് ടൈം ഇന്റർവെൽ എടുത്താലും ആൻസർ വരിക 1:3:5 ആണ്. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരാം, ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇട്ടും ആദ്യത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം അതിനെ s1 തരാം, അടുത്ത 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരത്തിനെ s2 എന്ന് തരാം. ചോദ്യം എന്താന്ന് ഊഹിക്കാൻ പറ്റുമോ? വളരെ സിമ്പിൾ. ഷോ ദാറ്റ് s2 equal to 3s1. ഈ റേഷ്യോ ശരിക്കും നോക്കൂ. ഇത് s1 ആണെങ്കിൽ ഇത് എത്രയാണ്? 3s1 ആണ്. ഇതേപോലെ മറ്റൊരു റേഷ്യോ കാണാനുള്ള ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇട്ടു, 1 സെക്കൻഡിൽ സഞ്ചരിച്ച സമയം ഈസ്റ്റു 2 സെക്കൻഡുകളിൽ സഞ്ചരിച്ച സമയം ഈസ്റ്റു 3 സെക്കൻഡുകളിൽ സഞ്ചരിച്ച സമയം. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ കിട്ടുക ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്.
ഇത് പ്രകാരം ഇവിടെയും ഹാഫ് ജി കോമൺ ആണ്. സോ ഒന്നാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 1:2. 2 സെക്കൻഡുകളിൽ 2 സ്ക്വയർ 4:2. 3 സെക്കൻഡുകളിൽ എന്ന് പറഞ്ഞ 3 സ്ക്വയർ 9. ഇതായിരിക്കും ആൻസർ കിട്ടുക. ഇനി ആ ചാപ്റ്ററിലുള്ളത് ഗ്രാഫാണ്. നമുക്ക് 2 തരം ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഒന്ന് ST ഗ്രാഫും ഒന്ന് VT ഗ്രാഫും. നമുക്കറിയാം ST ഗ്രാഫ്, ഏത് ഗ്രാഫിന്റെ പേര് പറഞ്ഞാലും ഒന്നാമത്തെ വാക്ക് y ആക്സ് ആയിരിക്കും, രണ്ടാമത്തെ വാക്ക് x ആക്സ് ആയിരിക്കും. ഓക്കെ, സോ റെസ്റ്റിന്റെ ST ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. A horizontal line parallel to time axis. ഓക്കെ, ഇനി യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ST ഗ്രാഫ് ഇങ്ങനെയാണ്. ഇതാണ് യൂണിഫോം വെലോസിറ്റിന്റെ ST ഗ്രാഫ്, away from the origin. ഇതും യൂണിഫോം വെലോസിറ്റി ആണ്. ഈ വരയ്ക്കുന്നതൊക്കെ ST ഗ്രാഫ് ആണ്. സോ ഇത് ST ഗ്രാഫ് ആണ്, ഇത് ST ഗ്രാഫ്, ഇത് റെസ്റ്റിന്റെ. ഈ രണ്ടെണ്ണം യൂണിഫോം വെലോസിറ്റിന്റെ. ഓക്കെ, ചിരിച്ചിട്ടാണ് എഴുതിയത്. യൂണിഫോം വെലോസിറ്റിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇനി യൂണിഫോം ആക്സിലറേഷന്റെ ST ഗ്രാഫ് ഇങ്ങനെ. ഇത് യൂണിഫോം ആക്സിലറേഷന്റെ ST ഗ്രാഫ് ആണ്. ഓക്കെ, ഇത് യൂണിഫോം റിട്ടാർഡേഷന്റെ ST ഗ്രാഫ് ആണ്. ഇത് യൂണിഫോം ആക്സിലറേഷൻ, ഇത് യൂണിഫോം റിട്ടാർഡേഷൻ. ഞാൻ എന്നെ റെപ്രസെന്റ് ചെയ്തത് മൈനസ് ആക്സിലറേഷൻ എന്ന് മാത്രമാണ്. ഓക്കെ, ഇനി ഇതുപോലെ അടുത്ത ഗ്രാഫാണ് VT ഗ്രാഫ്. ഇതാണ് യൂണിഫോം വെലോസിറ്റിയുടെ VT ഗ്രാഫ്. ഇതാണ് യൂണിഫോം ആക്സിലറേഷന്റെ VT ഗ്രാഫ്. അപ്പൊ യൂണിഫോം റിട്ടാർഡേഷന്റെ VT ഗ്രാഫ് എങ്ങനെയാവും? ഈസി അല്ലേ? യൂണിഫോം ആക്സിലറേഷന്റെ VT ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം റിട്ടാർഡേഷന്റെ VT ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, ഇത് യൂണിഫോം വെലോസിറ്റിയുടെ VT ഗ്രാഫ് ആണ്, ഇത് യൂണിഫോം ആക്സിലറേഷന്റെ VT ഗ്രാഫ് ആണ്, ഇത് റിട്ടാർഡേഷന്റെ VT ഗ്രാഫ് ആണ്. ST ഗ്രാഫ് ആയാലും VT ഗ്രാഫ് ആയാലും ആ ഗ്രാഫ് വന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ മീനിങ് എന്താ? സമയം കോൺസ്റ്റന്റ് ആണ്. അതല്ലെങ്കിൽ ആ ഗ്രാഫ് X ആക്സിലേക്ക് പിന്നിലേക്ക് പോവാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളാം, ഇറ്റ് ഈസ് ഇംപോസിബിൾ. കാരണം സമയം കോൺസ്റ്റന്റ് ആവുക അല്ലെങ്കിൽ സമയം പിന്നിലേക്ക് പോവുക ഒരിക്കലും സംഭവിക്കൂല. ഇതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോണ ഒരു ബസ്, ആ ബസ്സിൽ രാവിലെ 8 മണിക്ക് ഒരാള് കയറിയിരിക്കുകയാണ്. ഈ ഗ്രാഫ് ശരിയാണെങ്കിൽ അയാൾ കോഴിക്കോട് നിന്ന് കയറുമ്പോ 8 മണിയാണ്, ദെൻ നമ്മളെ കോട്ടക്കൽ എത്തുമ്പോ 8 മണിയാണ്, വളാഞ്ചേരി എത്തുമ്പോ 8 മണിയാണ്, തൃശ്ശൂർ എത്തുമ്പോഴും 8 മണിയാണ്. സോ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴും 8 മണി, തൃശ്ശൂർ എത്തിയപ്പോഴും 8 മണി. അങ്ങനൊരു ഗ്രാഫ് ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ? ഇനി ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരാം? ഒരു ചോദ്യം ഞാൻ അടുപ്പിച്ച് 2 ക്വസ്റ്റ്യൻസ് പറയാണ്, ഒരേപോലുള്ളത്, ഒരേ ഫോർമാറ്റ് ആവുകൊണ്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഷോ ദാറ്റ് സ്ലോപ്പ് ഓഫ് ST ഗ്രാഫ് വിൽ ഗിവ് വെലോസിറ്റി. ST ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി കിട്ടും. അപ്പൊ നമ്മൾ ST ഗ്രാഫ് വരയ്ക്കാണ്. ST ഇങ്ങനെ വരച്ചു. ഇതെന്തിന്റെ ഗ്രാഫാണ് നമുക്കറിയാം? യൂണിഫോം വെലോസിറ്റിന്റെ. ഇതിന്റെ സ്ലോപ്പ് കാണണം. ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടാൻ തീറ്റ ആണ്. ഇതിലെവിടെയാ ടാൻ തീറ്റ? ഇതിൽ ടാൻ തീറ്റ ഉണ്ടോ? നമ്മളൊരു ട്രയാങ്കിൾ എടുക്കണം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുക, തീറ്റ. ദെൻ ആദ്യത്തെ സമയത്തിന് T1 എന്ന് കൊടുക്കുക, രണ്ടാമത്തെ സമയത്തിന് T2 എന്ന് കൊടുക്കുക. ആദ്യത്തെ ദൂരം S1, രണ്ടാമത്തെ ദൂരം S2. നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ ടാൻ തീറ്റ നമ്മളൊരു ഫാസ്റ്റ് റിവിഷൻ ആവുന്നുണ്ട്, ഞാനത് വളരെ ചുരുക്കുകയാണ്. ദിസ് ഈസ് S2 minus S1 and this is T2 minus T1. സ്വാഭാവികമായിട്ടും S2 minus S1 by T2 minus T1. മുകളിൽ എഴുതിയത് ഡിസ്പ്ലേസ്മെന്റ്, താഴെ എഴുതിയത് ടൈം. ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റി. ഇതേപോലെ VT ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ ആക്സിലറേഷൻ കിട്ടും. വളരെ സിമ്പിൾ. ആകെയുള്ള വ്യത്യാസം ഇത് ST ഗ്രാഫാണ്, നമുക്ക് വരയ്ക്കേണ്ടത് VT ഗ്രാഫാണ്. എന്ത് വ്യത്യാസം വരിക? ഇവിടെ V വരും.
ഇത് എസ് ആയപ്പോ ഇത് S1 ഇത് S2. അപ്പൊ ഇവിടെ V ആണെങ്കിലോ ഇത് V1 ഇത് V2. അപ്പൊ tan theta എന്താ വരിക? V2 minus V1 by T2 minus T1 is nothing but acceleration. ആ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യണില്ല, നിങ്ങൾക്ക് വിട്ടു തരുന്നു, നിങ്ങൾ ചെയ്യണം. വീഡിയോ പോസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്തതിനു ശേഷം വീണ്ടും കാണും. ഓക്കെ, എന്ന് പറഞ്ഞാൽ വർക്കിനോട് കൂടി നമുക്ക് പോവാം എന്നാണ് നമ്മളുടെ ആദ്യത്തെ കോൺട്രാക്ട്. ഓക്കെ, ഈ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് y by x. അപ്പൊ ST ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ കിട്ടുക? ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളായിട്ട് നടുവിൽ ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതെന്താ വായിക്കുക? S by t. ഇറ്റ് ഈസ് വെലോസിറ്റി. അപ്പൊ VT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ കിട്ടുക? ഇതിന്റെ നടുവിൽ നമ്മളായിട്ട് ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. ഇറ്റ് ഈസ് V by t എന്ന് പറഞ്ഞ ആക്സിലറേഷൻ. രണ്ട് ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ST ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, VT ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഷോ ദാറ്റ് ഏരിയ അണ്ടർ VT ഗ്രാഫ് വിൽ ഗിവ് ആക്സിലറേഷൻ. VT ഗ്രാഫ് എങ്ങനെ വരിക? VT ഗ്രാഫ് ആണ് V y ആക്സില്, T x ആക്സില്. സോ ഇതിന്റെ ഏരിയ കാണണം, ഇങ്ങനെ വരും. ഈ ഏരിയ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു, ഈ ഏരിയ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ ഏരിയ A2, ഈ ഏരിയ A1. ഫിഗറിന്റെ ഇടയിൽ കാണാനുണ്ടോ എന്ന് അറിയില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതാണ് A1, ഇതാണ് A2. ഓക്കെ, ഇനി ഇത് 0, ഇത് ആദ്യത്തെ ടൈം T1, രണ്ടാമത്തെ ടൈം T2, ഇത് ആദ്യത്തെ വെലോസിറ്റി U, ഇത് രണ്ടാമത്തെ വെലോസിറ്റി V. A1 കാണാനുള്ള ഇക്വേഷൻ, A1 എന്ന് പറഞ്ഞ റെക്ടാംഗിൾ ആണല്ലോ, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ U minus 0 into T2 minus T1 means UT. T2 minus T1 എന്ന് പറഞ്ഞ T ആണല്ലോ. സോ A1 is UT. നിങ്ങൾ എഴുതി പോകുമ്പോൾ ABCD എന്ന് പേരൊക്കെ ഇട്ടിട്ട് പഞ്ചൊക്കെ കൂട്ടി എഴുതിക്കൂടാ. തൽക്കാലം ഞാൻ ചുരുക്കി പറയാണ്. Then A2 എന്ന് പറഞ്ഞാൽ it is triangle. So area of the triangle is half BH എന്ന് പറഞ്ഞ half into T2 minus T1 into V minus U. T2 minus T1 എന്ന് പറഞ്ഞ T അല്ലേ, സോ half into T. V minus U ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. V equal to U plus AT. V minus U is AT. So it is half AT square. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ടോട്ടൽ ഏരിയ is UT plus half AT square. ഇതെന്തോ ആണ് നമുക്കറിയാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അത് പ്രൂവ് ചെയ്തല്ലോ. ഏരിയ അണ്ടർ VT ഗ്രാഫ് വിൽ ഗിവ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി പുതിയൊരു ഐഡിയ കൂടി പറയാം. ഒരു ഗ്രാഫിന്റെ ഏരിയ കാണാന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. സോറി, y ആക്സിസ് ഇൻടു x ആക്സിസ് ആണ്. സോ ഇവിടെ V ഇൻടു T ഈസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിച്ചോളൂ. AT ഗ്രാഫിന്റെ ഏരിയ എന്താ വരിക? A ഇൻടു T. It is nothing but change in velocity. Acceleration time ഗ്രാഫിന്റെ ഏരിയ വരിക ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. ഇനി ഇതിലെ മുന്നേ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു ഓബ്ജക്റ്റിനെ മുകളിലേക്ക് എറിഞ്ഞാൽ, ഇപ്പോ ഈ പെന്നിനെ ഞാൻ മുകളിലേക്ക് എറിയാം. ഓക്കെ, അങ്ങനെ മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ VT ഗ്രാഫ് എങ്ങനെ വരാം? കുറെ പ്രാവശ്യം ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രാഫ് എടുത്ത് പറയുന്നത്. ഓക്കെ, അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് an object drawing upwards should be like this. ഓക്കെ, ഈ രീതിയിലാണ് വരിക. ഇനി ചിലപ്പോൾ പ്രോബ്ലം തരാം നിങ്ങൾക്ക്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ, അത് ആക്സിലറേഷനിൽ പോയി ഏതോ വെലോസിറ്റി എത്തി, പിന്നെ വെലോസിറ്റി കോൺസ്റ്റന്റ്, പിന്നെ റിട്ടാർഡ് ചെയ്തിട്ട് സീറോക്ക് എത്തി, ഫൈൻഡ് ദ ആവറേജ് വെലോസിറ്റി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ 3 റീജിയൻ ആക്കി മാറ്റാം. ഇത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഹാഫ് BH. ഇത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. ഇത് കാണാനുള്ള ഇക്വേഷനും ഹാഫ് BH. ഇത് മൂന്നും കൂടി കൂട്ടിയാ എന്താ കിട്ടുക? VT ഗ്രാഫിന്റെ സ്ലോപ്പ്, ഡിസ്പ്ലേസ്മെന്റ്. സോ ഇതിന്റെ 3 ഏരിയ കൂട്ടിയ ഡിസ്പ്ലേസ്മെന്റ്. ഇത് വരെയുള്ള സമയം തന്നിട്ടുണ്ടാവും. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം യു വിൽ ഗെറ്റ് ആവറേജ് വെലോസിറ്റി. ഇനി ആവറേജ് വെലോസിറ്റിയുടെ ഒരു കേസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓബ്ജക്ട് ട്രാവൽ ചെയ്യണോ,
ഹാഫ് ഓഫ് ദി ടൈം ഒരു വെലോസിറ്റിയിലും അടുത്ത ഹാഫ് വേറൊരു വെലോസിറ്റിയിലും ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് v1 plus v2 by 2. v1 plus v2 divided by 2. ഇതാണ് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഇതിനു പകരം ഹാഫ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഒരു വെലോസിറ്റിയിലും അടുത്ത ഹാഫ് വേറെ വെലോസിറ്റിയിലും ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി കാണാൻ നമ്മൾ ഉപയോഗിക്കാം 2v1 v2 divided by v1 plus v2. ഇതാണ് ആവറേജ് വെലോസിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഹാഫ് ഓഫ് ടൈം ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ, ഹാഫ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഒരു കുട്ടിക്ക് സംശയം വരാണ് ഇതിപ്പോ എങ്ങനെ ഈ സാർ ഇതിങ്ങനെ കണ്ടുപിടിച്ച ഒരു ഡൗട്ട് വരാണെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് S1 എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്, S2, V1 എന്നുള്ള വെലോസിറ്റി, V2 എന്നുള്ള വെലോസിറ്റി, ഇതിന്റെ സമയം T1, ഇതിന്റെ സമയം T2. ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ S1 plus S2 divided by T1 plus T2. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് കാണാം. നമുക്ക് വെലോസിറ്റിയും ടൈമും മാത്രമേ ഉള്ളൂവെങ്കിൽ ഈ S1 പകരം എന്ത് ചെയ്യാം, ഇതിന്ന് S കിട്ടും v into t, v1 t1 plus v2 t2 by t1 plus t2. അതല്ല ടൈമും ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും മാത്രമേ ഉള്ളൂവെങ്കിൽ S1 plus S2 divided by S1 by v1 plus S2 by v2. ഈ രീതിയിലാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കാണുക. ഞാൻ നേരത്തെ ഈ ഇക്വേഷൻ എഴുതാൻ വിട്ടുപോയി, അതിവിടെ ഫിൽ ചെയ്തു. ഇനി പറയാനുള്ള ടോപ്പിക് റിലേറ്റീവ് വെലോസിറ്റി ആണ്. റിലേറ്റീവ് വെലോസിറ്റി, ആ പേര് തന്നെ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട് അല്ലെ. ഒരു വസ്തുവിന്റെ വെലോസിറ്റി വേറൊന്നിനെ റിലേറ്റ് ചെയ്ത് പറയാം. അതിന് രണ്ട് ഇക്വേഷൻ പറയാറുണ്ട്. ഒരു വെലോസിറ്റി ഇങ്ങനെ, രണ്ടാമത്തെ വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ v1 minus v2. ഒരു വെലോസിറ്റി ഇങ്ങനെയാണ്, രണ്ടാമത്തെ വെലോസിറ്റി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ v1 plus v2. ഇത് രണ്ടും ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ ഈസി ആയിട്ട് പറയാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ തൊട്ടടുത്ത സീറ്റിലുള്ള ആള് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോവാന്ന്? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിൽ ആളെ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ, ഓ ഇവനിപ്പോ എന്ത് സ്പീഡിലാ പോണെന്ന്? ഒരിക്കലും ഇല്ല, അവൻ റെസ്റ്റിലാന്നാണ് നമ്മൾ ചിന്തിക്കാം. അവൻ പാസ് ചെയ്യണത് 80 km/h എന്ന് വിചാരിക്കാം. എന്നാലും നമുക്ക് അവൻ റെസ്റ്റിലാന്നാ തോന്നുക. കാരണം അവൻ 80 km/h ആണെങ്കിൽ നമ്മളും 80 km/h. സോ രണ്ട് 80 km/h മൈനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, 0 ആണ് ആൻസർ കിട്ടുക. ബസ്സൊക്കെ ക്രോസ് ചെയ്ത് പോകുമ്പോ നല്ല കാറ്റടിച്ചുകൊണ്ട് ഒരു പോക്ക് പോവാറുണ്ട്. അതിന്റെ റീസൺ ഓപ്പോസിറ്റ് വരുമ്പോ റിലേറ്റീവ് വെലോസിറ്റി കൂടുകയാണ് ചെയ്യാം. ഇത്രയും ടോപ്പിക്കാണ് ആ ചാപ്റ്ററിൽ ഉള്ളത്. ഇനി ഇതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യണ സമയത്ത് റിലേറ്റീവ് വെലോസിറ്റി അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ ഉറപ്പിച്ചോളുക, ഒരു ഒബ്ജക്ട് റെസ്റ്റിലാന്ന് എടുക്കുക, രണ്ടാമത്തെ നീങ്ങണത് റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കണം. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. രണ്ട് ട്രെയിനുകൾ, ഒന്നാമത്തെ ട്രെയിൻ 400 മീറ്റർ ലെങ്ത്, ഇങ്ങോട്ട് പോണു 30 m/s. രണ്ട് യൂണിറ്റുകൾ വെലോസിറ്റിക്ക് തരും, നമുക്കറിയാം km/h m/s. km/h m/s മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വെലോസിറ്റിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ km/h will converted into m/s. ഇത് നിങ്ങൾക്ക് അറിയാം, ഞാനൊന്ന് റിഫ്രഷ് ചെയ്തത് മാത്രം. ഇനി വേറൊരു ട്രെയിൻ ഓപ്പോസിറ്റ് വരുന്നുണ്ട്, ഒരേ ലൈനിൽ എത്തി രണ്ടും. ഇത് ഇങ്ങോട്ട് പോണ വെലോസിറ്റി 20 m/s. ഇത് ട്രെയിൻ എ, ഇത് ട്രെയിൻ ബി. ഇനി ഇതും 400 മീറ്റർ ലെങ്ത് ആണ്. ചോദ്യം ഇതാണ്, എത്ര സമയം കൊണ്ട് ട്രെയിനുകൾ ക്രോസ് ചെയ്ത് പോകും? വളരെ സിമ്പിൾ. എ റെസ്റ്റിലാന്ന് എടുക്കുക, ബി പാസ് ചെയ്യണത് ഏത് സ്പീഡിലായിരിക്കണം? റിലേറ്റീവ് വെലോസിറ്റിയിൽ. സോ ഇത് 30, ഇത് 20. റിലേറ്റീവ് വെലോസിറ്റി ഈസ് 50. ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ്. അതിനാണ് നമ്മൾ ടൈം എന്ന് വിളിക്കാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. രണ്ട് ട്രെയിനുകൾ ഇങ്ങനെ പോവാണ്, ഒരേ ലൈനിലെത്തി. ഇനി ഇത് ഒരാൾ റെസ്റ്റിൽ നിൽക്കണോ, മറ്റാൾ ക്രോസ് ചെയ്ത് പോവാണ്. ഇത് 400 മീറ്റർ, ഇത് 400 മീറ്റർ.
400 മീറ്റർ സഞ്ചരിച്ചാൽ നേരെ ലൈനിലെത്തുകയാണ് ചെയ്യാം. പിന്നെ 400 കൂടി സഞ്ചരിക്കുമ്പോഴാണ് ആ ട്രെയിൻ ക്രോസ് ചെയ്യണം. അവിടെ സഞ്ചരിക്കുന്ന ദൂരം 800. സോ ടൈം വിൽ ബി 800 divided by 50. ആൻസർ കിട്ടും 16 സെക്കൻഡ്സ്. 16 സെക്കൻഡ് കൊണ്ടാണ് ആ ട്രെയിൻ ക്രോസ് ചെയ്ത് പോവുക. ഈ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ അല്ലേ? സോ റിലേറ്റീവ് വെലോസിറ്റിന്റെ കേസ് വരുമ്പോൾ ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണ് എടുക്കുക, രണ്ടാമത്തെ നീങ്ങുന്നത് റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കണം. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലത്തില് സാധാരണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് ഇടുന്നു, അതേസമയം താഴെ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയണം വിത്ത് എ വെലോസിറ്റി u. ഇതിന്റെ ഹൈറ്റ് h ആണ്. എത്ര സമയം കൊണ്ട് അവര് കൂട്ടിമുട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എത്ര സമയം കൊണ്ട് അവര് കൂട്ടിമുട്ടും എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനത്തെ ഒരു കേസ് വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് ഓബ്ജക്ട്സ് നീങ്ങുന്ന സമയത്ത് ഒരു ഓബ്ജക്ട് റെസ്റ്റിലാണ് എടുക്കുക, രണ്ടാമത്തെ റിലേറ്റീവ് വെലോസിറ്റിയിൽ സഞ്ചരിക്കും. ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് 0 വെലോസിറ്റി ആവുകൊണ്ട് ഇത് മാത്രം എടുത്താൽ മതി. സോ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ബൈ എറിഞ്ഞ വെലോസിറ്റി നമുക്ക് സമയം കിട്ടും. ഒരിക്കൽ കൂടെ പറയാം, രണ്ട് വസ്തുക്കൾ നീങ്ങണ ഏത് കേസിലും റിലേറ്റീവ് വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. ഇനി എല്ലാ പ്രോബ്ലംസും നമുക്ക് പഠിച്ചുകൊണ്ട് എക്സാമിന് പോകാൻ സമയമില്ല, സാധിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്തതാണ് 3 ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചാൽ അതിലെല്ലാത്തിലും 4 വേരിയബിൾസ് ആവും വരുന്നുണ്ടാവുക. UVAT, SUAT, UVAS 4 എണ്ണമാണ്. ഏതെങ്കിലും 3 എണ്ണം തന്നിട്ടുണ്ടാവും, 4ാമത്തെ കാണാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ നമുക്ക് ഏത് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ എന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലൂടെ നമ്മൾ ഒന്ന് സഞ്ചരിച്ചു എന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ അതിന്റെ ഡൗട്ടുകൾ ഞാൻ തീർത്തു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്